സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് മാഗി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാഗി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 2 സവോളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു പച്ചമുളക് വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു പച്ചമുളക് മതിയാകും. അതല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, അതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ പാത്രം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴണ്ട് വന്ന സവോളയിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം വലിയ പാത്രമാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഇതുപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വഴണ്ട് വന്ന ഈ മിക്സിലേക്ക് നമുക്കിനിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് എടുക്കുന്നത്. അപ്പം 2 പാക്കറ്റ് മാഗി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ലോ സിമ്മിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. മാഗി വെന്ത് വന്നിട്ടുണ്ട്. മാഗി വെന്ത് വരാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു ഡിഷാണ്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം മൊത്തം വറ്റി വരുന്നത് വരെ നമുക്കിത് ലോ സിമ്മിലിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ്ഗ് മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കമൻസിലൂടെ അഭിപ്രായം അറിയിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.